ഷിജോ ഇപ്പോൾ ധനസമ്പത്ത് ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ നിലവിൽ എന്തൊക്കെ നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്? കേരളത്തിലെ ആരോഗ്യമന്ത്രി എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്? ജാഗ്രത മതിയല്ലോ അല്ലേ? അമൃത, ഭയം വേണ്ട, ജാഗ്രത മതി എന്നുള്ള ഈ ഒരു ടാഗ് ലൈൻ നമ്മളറിയാം COVID-19 ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് തുടക്കം മുതൽ തന്നെ പറയുന്നതാണ്. അതുതന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നത്. ഭയം വേണ്ട, ജാഗ്രത മതി. കാരണം കഴിഞ്ഞ മെയ് മാസത്തിലാണ് സംസ്ഥാനത്ത് 273 കോവിഡ് രോഗികൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യ വകുപ്പിന്റെ ഒരു റിലീസ് വരുന്നത്. അതുപ്രകാരം തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ഈ ജില്ലകളിലായിരുന്നു കോവിഡ് രോഗികൾ അധികവും ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 50, 55, 49 ആ ഒരു ക്രമത്തിലായിരുന്നു മെയ് 23-ാം തീയതി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്ന റിലീസിലുണ്ടായിരുന്നത്. അന്ന് 273 കോവിഡ് രോഗികൾ കേരളത്തിലുണ്ട് എന്നുള്ളതായിരുന്നു അന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞത്. എന്നാൽ അത് ജൂൺ 1 എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം 1416 എത്തി. 273 നിന്ന് 1416 എത്തുന്നത് വലിയൊരു വളർച്ച തന്നെയാണ്. അത് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കേരളം കൃത്യമായിട്ട് പരിശോധനകൾ നടത്തുന്നതുകൊണ്ടാണ് ഈ കേസിനെ തിരിച്ചറിയാൻ കഴിയുന്നത് എന്നുള്ള കാര്യം മന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആരോഗ്യവകുപ്പ് ഇന്നലെ ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. 2023 മാർഗനിർദ്ദേശപ്രകാരം 2023 പുറത്തിറക്കിയ ABC മാർഗനിർദ്ദേശപ്രകാരമുള്ള ചികിത്സകൾ COVID-19 ബന്ധപ്പെട്ടുകൊണ്ട് തുടരണം എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് ഈ സർക്കുലറിലൂടെ പ്രധാനമായിട്ട് പറയുന്നത്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശുപത്രികളിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലുമൊക്കെ എത്തുന്ന ആളുകൾ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് എന്നുള്ളൊരു അഭ്യർത്ഥന ഈ സർക്കുലറിലൂടെ ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. പൊതു ഇടങ്ങളിൽ ഇറങ്ങുന്ന ആളുകൾ മാസ്ക് ധരിച്ചാൽ ഒരു പരിധിവരെ ഈ രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പ്രത്യേകിച്ച് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒമിക്രോണിന്റെ വകഭേദമായിട്ടുള്ള JN.1 LF7 എന്ന് പറയുന്ന വകഭേദമാണ് കേരളത്തിലും കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി വലുതാണ്. വലിയ തരത്തിൽ ഒരു തരത്തിലും ഒരു നോർമലായിട്ടുള്ള അല്ലെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ വാർത്ത വായിക്കുന്ന അമൃതയ്ക്കോ ഒരു ഈ പറയുന്ന കോവിഡ് ബാധ ഉണ്ടായാൽ മറ്റ് അസുഖങ്ങളില്ല എങ്കിൽ ഇത് അത്ര കണ്ട് തീവ്രമാകില്ല. പക്ഷേ അനുബന്ധ അസുഖമുണ്ട് എങ്കിൽ ഇത് തീവ്രമാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കാർഡിയാക് പേഷ്യൻ്റ് ആവാം, അല്ലെങ്കിൽ ന്യൂമോണിയ അടക്കമുള്ള മറ്റ് അസുഖങ്ങൾക്ക് ചികിത്സ തേടുന്ന ആളുകളാവാം. അവർക്ക് ഈ പറയുന്ന വൈറസ് ബാധ ഉണ്ടായാൽ അത് തീവ്രമാകുമെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ രോഗികളും ഗർഭിണികളും കുഞ്ഞുകുട്ടികളുമായിട്ടുള്ള ആളുകളടക്കം നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കണം, അത് നല്ലതാണ് ഒരു അഭ്യർത്ഥന ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. ആശുപത്രികളിൽ ഈ പറയുന്ന അനാവശ്യ സന്ദർശനം ഒഴിവാക്കണം. അതുപോലെ അങ്ങനെ കുറേയധികം പ്രോട്ടോകോൾ ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള പരിശോധന നടത്തണം. ആന്റിജൻ, RT-PCR അടക്കമുള്ള പരിശോധനകൾ ഇതിന്റെ ഭാഗമായി നടത്തണം എന്നുള്ള കാര്യം കൂടി ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. അമൃത.